ഒരേ കാര്യം 1, 2, 10, 100 തവണ ആലോചിച്ച് ചെറിയ കാര്യത്തെപ്പോലും വലിയ ലോകാത്ഭുതങ്ങളാക്കി മാറ്റുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാൽ ഇന്ന് ഞാൻ ഓവർ തിങ്കിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബേസിക്കലി ഓവർ തിങ്സ് ഹാപ്പൻസ് വെൻ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഏരിയ ഈസ് ടു ആക്റ്റീവ് ആൻഡ് ഫിയർ സെൻറ്റർ ഈസ് മോർ അലേർട്ട്. ഓവർ തിങ്കിങ് സ്ട്രെസ് ഹോർമോൺ ഇൻക്രീസ് ചെയ്യുന്നു ആൻഡ് ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ് ആൻഡ് മൈൻഡ് ഫീൽ സ്റ്റക്ക്. ഫോക്കസ് ഓൺ ആക്ഷൻ. നമ്മൾ തിങ്കിങ്ങിൽ നിന്നും ആക്ഷൻ ഓർ ഡൂയിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് വഴി ബ്രെയിൻ കാം ആകുന്നു. ഇറ്റ് റിലീസസ് ഡോപ്പോമൈൻ. അത് നമ്മെ മോട്ടിവേറ്റ് ആക്കുകയും ഓവർ തിങ്കിങ് ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് തിങ്ക് ചെയ്തിരിക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. അതായത് ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ്. ഡിറ്റാച്ച് ഫ്രം ദ റിസൾട്ട്. ഓവർ തിങ്ക് മെയിനായി നടക്കുന്നത് നമ്മൾ റിസൾട്ട് എന്താകുമെന്ന് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ റിസൾട്ടിൽ നിന്നും ഡിറ്റാച്ച് ആകുമ്പോൾ പ്രഷർ റെഡ്യൂസ് ആവുന്നു, സ്ട്രെസ് ഹോർമോൺ കുറയുന്നു, അത് തോട്ട്സ് ലൂപ്പിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. കൺട്രോൾ യുവർ മൈൻഡ്. നമ്മുടെ മൈൻഡ് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ സെൻസസ് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നതനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ, കുറേ നെഗറ്റീവ് കേൾക്കുന്നത് വഴി ഓവർ തിങ്കിങ് കൂടുന്നു. ലൗഡ് നോയ്സ് കേൾക്കുന്നത് വഴി ബ്രെയിൻ റെസ്റ്റ്ലെസ് ആവുന്നു. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ക്ലോറിംഗ് റെഡ്യൂസ് ചെയ്യുക, നോയ്സ് അറൗണ്ട് അസ് കുറയ്ക്കുക, റൂം ക്ലീൻ ആക്കി വെക്കുക, നെഗറ്റീവ് പീപ്പിൾസിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക, കാം സൗണ്ട് ലിസൺ ചെയ്യുക, ഷോർട്ട് വാക്കിന് പോവുക, സ്ലോ ബ്രെത്ത് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക എന്നതൊക്കെയാണ്. സെൻസസ് കാം ആകുമ്പോൾ തന്നെ നമ്മുടെ തോട്ട്സ് കാം ആവുന്നു. റൈറ്റ് ഡൗൺ ദ തോട്ട്സ്. നമ്മൾ തോട്ട്സ് എഴുതുന്നത് വഴി ബ്രെയിനിന് ഒരു സിഗ്നൽ കിട്ടുന്നു, പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്, സോ ഇനി തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നത്. അത് നമ്മുടെ ഓവർ തിങ്കിങ് റെഡ്യൂസ് ചെയ്യും. മൂവ് യുവർ ബോഡി. ജസ്റ്റ് ഒരു 10 മിനിറ്റ് വാക്ക് സ്ട്രെസ് ഹോർമോൺ റെഡ്യൂസ് ചെയ്യുകയും മൈൻഡ് ക്ലിയർ ആക്കുകയും ചെയ്യുന്നു. ഓർ എനി ഫോം ഓഫ് എക്സസൈസ് ഇസ് ഗുഡ് ടു റെഡ്യൂസ് ഓവർ തിങ്കിങ്. നമ്മുടെ എല്ലാ തോട്ട്സിനെയും നമ്മൾക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണ് അത് മാത്രമേ കൺട്രോൾ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ഓവർ തിങ്കിങ് നമ്മുടെ പേഴ്സണാലിറ്റി അല്ല, അതൊരു ഹാബിറ്റ് മാത്രമാണ് വിച്ച് ക്യാൻ ബി ചേഞ്ച്ഡ്.